നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം വിധിയെഴുതി തുടങ്ങി. വടക്കൻ കേരളത്തിലെ 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ് ഇന്ന് നടക്കുന്നത്. തെക്കൻ കേരളത്തിൽ 2020 അപേക്ഷിച്ച് പോളിംഗ് ശതമാനം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വടക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളൊക്കെ വലിയ ജാഗ്രതയിലാണ്. പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമായിരിക്കും ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിലൊക്കെ നടക്കുക. എന്തായാലും ജനാധിപത്യത്തിൽ ഓരോ പൗരൻ്റെയും ഏറ്റവും വലിയ അവകാശമാണ് സമ്മതിദാനാവകാശം നിർവഹിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആരും വോട്ട് പാഴാക്കരുത്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വിധിയെഴുത്ത് തുടങ്ങി. വോട്ടെടുപ്പ് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ ആവേശത്തിൽ മുന്നണികൾ. മത്സരരംഗത്ത് 38,994 സ്ഥാനാർത്ഥികൾ. മലപ്പുറത്ത് മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 13-ൽ വോട്ടിംഗ് മെഷീൻ തകരാറ് കാരണം മോക്ക് പോളിംഗ് തടസ്സപ്പെട്ടു. ആലപ്പുഴ മണ്ണഞ്ചേരി പഞ്ചായത്ത് 1-ാം വാർഡിൽ ഇന്ന് റീപോളിംഗ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം കിട്ടിയതിനെതിരെ സർക്കാരിന്റെ നിർണായക നീക്കം. ജാമ്യം റദ്ദാക്കാൻ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. വസ്തുതകൾ പൂർണ്ണമായി പരിഗണിക്കാതെയാണ് ജാമ്യം അനുവദിച്ചതെന്ന് പ്രോസിക്യൂഷൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കുന്നത്തൂരിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയേക്കുമെന്ന് സൂചന. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസ് JB പർദേവാല അധ്യക്ഷനായ ബെഞ്ച്. സമവായത്തിനായി ഗവർണറും സർക്കാരും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ കോടതിയെ ധരിപ്പിക്കും. ഡൽഹിയിലെ വായു മലിനീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. രാജ്യസഭയിൽ വന്ദേമാതരത്തിന്റെ 180-ാം വാർഷികവുമായി ബന്ധപ്പെട്ട ചർച്ച ഇന്നും തുടരും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും ചർച്ച ആരംഭിക്കും. രാജ്യസഭയിലും പ്രതിപക്ഷം പ്രതിഷേധിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് മണിപ്പൂരിൽ. ഇംഫാലിലെത്തുന്നത് 2 ദിവസത്തെ സന്ദർശനത്തിനായി. മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിൽ ആയതിനു ശേഷം ദ്രൗപദി മുർമു എത്തുന്നത് ഇതാദ്യം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം T20 ഇന്ന് ചണ്ഡീഗഡിൽ. വിജയം തുടരാൻ ഇന്ത്യ. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ജയം. റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചത് 1-നെതിരെ 2 ഗോളുകൾക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങി. വടക്കൻ കേരളത്തിലെ 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിലാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ പല സ്ഥലങ്ങളിലും വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലെല്ലാം മോക്ക് പോളിംഗിലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം വൈകുന്നുമുണ്ട്. വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്കാണ് അവസാനിക്കുക. ആദ്യഘട്ടത്തിൽ തെക്കൻ കേരളത്തിലെ 7 ജില്ലകളിൽ വിധിയെഴുതിയിരുന്നു. ഇതോടെ സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. എല്ലാ ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ഹരീഷ്, മലപ്പുറത്ത് നിന്ന് TK അരവിന്ദൻ, കോഴിക്കോട് നിന്ന് വർഷ, വയനാട് രതീഷ് കുഞ്ചത്തൂർ, കണ്ണൂരിൽ നിന്ന് അജയ്നാഥ്, കാസർകോട്ടേക്ക് വരുമ്പോൾ അനൂപ് നീലേശ്വരം. ആദ്യം തൃശ്ശൂരിലേക്കാണ് ഹരീഷ് നാരായൺ ചേരുന്നുണ്ട്. ഹരീഷ്, വോട്ടെടുപ്പ് ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. തൃശ്ശൂരിൽ ഒരു പ്രശ്നങ്ങളുമില്ലാതെ തന്നെ 7 മണിക്ക് തന്നെ കൃത്യം വോട്ടിംഗ് ആരംഭിക്കാൻ സാധിച്ചോ? തീർച്ചയായും അമ്പിളി, ഇന്ന് രാവിലെ തന്നെ ഈ ഒരു മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനുള്ളത് ഈ പുറനാട്ടുകര സ്കൂളിലാണ്. ഈ സ്കൂളിലാണ് അനിൽ അക്കരെ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ അനിൽ അക്കരെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. ഇവിടെ എല്ലാവരും തന്നെ രാവിലെ ഈ സമ്മതിദാനാവകാശം നിറവേറ്റാൻ വേണ്ടി ആളുകൾ വളരെ നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഈ അനിൽ അക്കരെയുള്ള പ്രധാന സ്ഥാനാർത്ഥികളൊക്കെ വോട്ട് രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹമാണ് ആദ്യം തന്നെ ഈ ഒരു ബൂത്തിൽ വോട്ട്
രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ്. തീർച്ചയായും നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ കൂടി അറിയാനുണ്ട്. അദ്ദേഹം ഇപ്പോൾ വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു ദൃശ്യമാണ് കാണുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു തിരക്ക് നമുക്ക് രാവിലെ തന്നെ ഇവിടെ അനുഭവപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഈ ജോലി തിരക്കിനൊക്കെ മുന്നിൽ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുക എന്നുള്ളൊരു അത്തരത്തിലുള്ളൊരു ലക്ഷ്യത്തിലാണ് അവർ വന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ ഉണ്ട്. 6 മണിക്ക് തന്നെ ഈ ഒരു മോക്ക് പോളിംഗ് ആരംഭിച്ചിരുന്നു. ആദ്യം വോട്ട് രേഖപ്പെടുത്തിയത് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി അടാട്ട് UDF സ്ഥാനാർത്ഥി അനിൽ അക്കര തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അതൊക്കെ എന്താണ് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു യാത്രയിലാണ്. ഇതിനകത്ത് വെച്ച് പ്രതികരണം പാടില്ലാത്തതിനാൽ തന്നെ പുറത്തേക്ക് നീങ്ങുകയാണ്. പുറത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ മുതൽ പല ബൂത്തുകളിലും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടത്. എത്രയും പെട്ടെന്ന് നേരത്തെ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങാം എന്നുള്ള ഒരു അത്തരത്തിലുള്ളൊരു ലക്ഷ്യം തന്നെയാണ് സംവിധായകർ അല്ലെങ്കിൽ വോട്ടർമാർ എടുത്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ നേരത്തെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി ഇറങ്ങുക എന്നുള്ളൊരു ലക്ഷ്യം അത് തന്നെയാണ് നമുക്ക് എല്ലാ ബൂത്തുകളിലും തൃശ്ശൂരിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അനിൽ അക്കരെ അടക്കം വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ? പ്രത്യേകിച്ചും നമുക്കറിയാം അനിൽ അക്കര ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. ഈ കോൺഗ്രസ് അത്തരത്തിൽ ഒരു പ്രധാന നേതാവ് വേണം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് അനിൽ അക്കരയെ വോട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയായി നിർത്തിയത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ വലുതാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമുക്കറിയാം ശബരിനാഥ്, അനിൽ അക്കര പോലുള്ള നേതാക്കന്മാരാണ് വലിയ പ്രശസ്തരായ നേതാക്കൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കേണ്ടതുണ്ട്. അങ്ങോട്ട് പോകാം. ഇതുവരെ ബൈറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ഉണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് ആദ്യം വോട്ട് ചെയ്തു. അതുപോലെ തന്നെ അടാട്ട് എന്ന് പറയുമ്പോൾ അത് തൃശ്ശൂരും ഒക്കെ ശ്രദ്ധാകേന്ദ്രമാണ്. ഞാനിവിടെ 1ാം ക്ലാസ്സിൽ ഈ സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ പഠിച്ച ആ ക്ലാസ്സിലാണ് ഞാൻ തവണ വോട്ട് ചെയ്തത്. ആ ക്ലാസ്സിലാണ് മഹാത്മാഗാന്ധി ഈ പഞ്ചായത്തിലേക്ക് വന്നപ്പോൾ താമസിച്ചത്. 2000-ൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സര സമയത്ത് ആദ്യം വോട്ട് ചെയ്തത് ഞാനാണ്. 2005-ലെ തെരഞ്ഞെടുപ്പിൽ ഞാനാണ് ആദ്യം വോട്ട് ചെയ്തത്. 2010-ലെ തെരഞ്ഞെടുപ്പിൽ ഞാനാണ് വോട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ മത്സരിച്ച 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യമാണ് വോട്ട് ചെയ്തത്. പക്ഷേ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ആദ്യത്തെ വോട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ വോട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് 2 ആളുകൾ ബലമായി വന്നു നിന്ന് വോട്ട് ചെയ്യാൻ ചെയ്തത്. ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യത്തെ വോട്ട് എൻ്റെയാണ്. അപ്പം ഞാൻ ആദ്യമായി വോട്ട് ചെയ്ത എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ ജയിച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷം ഇന്ന് എനിക്കുണ്ട്. ഇന്ന് ഞാൻ മത്സരിക്കുന്ന വാർഡ് സംസ്കൃതം കോളേജ് വാർഡാണ്. ശാരദാ ക്ഷേത്രം ഇരിക്കുന്ന വാർഡാണ്. ഇന്ന് ശാരദാ ജയന്തിയാണ്. ആ ആശ്രമത്തിൻ്റെ പ്രത്യേകത നിങ്ങളിവിടെ തൊട്ടപ്പുറത്താണ്, പോയി കാണാം. ആ ആശ്രമത്തിനകത്ത് ശാരദാദേവിയുടെ ക്ഷേത്രമുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും ശാരദാദേവിയുടെയും ക്ഷേത്രമാണ്. അതിനകത്ത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫോട്ടോ ഇരിക്കുന്ന പിന്നെ ഒരു ക്ഷേത്രം കൂടിയാണ്. ഹൈന്ദവ ആചാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രത്തിനകത്ത് ജീസസ് ക്രൈസ്റ്റിൻ്റെ കൂടി ഫോട്ടോ വെച്ചിട്ടുള്ള 2 ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. അങ്ങനെ മതേതരത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം, ഗാന്ധി കൂടി വന്ന കേന്ദ്രത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എനിക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടായതാണ്. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു ഹെവി വെയ്റ്റ് സ്ഥാനാർത്ഥി ഇറക്കി കോൺഗ്രസ് ഇപ്പോൾ തൃശ്ശൂരിൽ വലിയ സ്കോറിംഗ് ആണ് ആഗ്രഹിക്കുന്നത്. നിലവിൽ സ്ഥാപനങ്ങൾ പലതും LDF-ന് തൃശ്ശൂരിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. തൃശ്ശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി, അതായത് അടാട്ട് പഞ്ചായത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അനിൽ അക്കരെ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ മുൻ MLA കൂടിയായിരുന്നു. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് അജയ്നാഥും കൂടി ചേരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കണ്ണൂർ. പ്രത്യേകിച്ച് കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ പ്രശ്നബാധിത ബൂത്തുകൾ ഏറ്റവും കൂടുതലുള്ള വടക്കൻ കേരളത്തിലെ ഒരു ജില്ല കൂടിയാണ്. ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, മാവോയിസ്റ്റ് ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ പോളിംഗ് ബൂത്തുകളിൽ സായുധ സേന അടക്കം സുരക്ഷയൊരുക്കുന്നുണ്ട്. അജയ്, കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് രാവിലെ തന്നെ വോട്ടർമാരുടെ ഒരു വലിയ നിര നമുക്ക് കണ്ണൂരിൽ കാണാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് 3 മുന്നണികളും ശക്തമായ പോരാട്ടം നടത്തുന്ന ഒരു ജില്ല കൂടിയാണ്. പല ജില്ലകളിലും പല ഗ്രാമപഞ്ചായത്തുകളിലും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മട്ടന്നൂർ നഗരസഭയിൽ ഇലക്ഷൻ നടക്കുന്നില്ല. കണ്ണൂരിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? തീർച്ചയായും കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് ഒട്ടനവധി നേതാക്കന്മാരുള്ള ഒരു ജില്ല കൂടിയാണ്. സൂചിപ്പിച്ചുള്ള തന്നെ പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. 1025
പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അതിൽ 50 ബൂത്തുകളിൽ മാവോയിസ്റ്റ് ഭീഷണി ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. അതിനാൽ തന്നെ വലിയ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. സായുധ സേന ഉൾപ്പെടെ വിന്യസിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ 2 ബൂത്തുകൾ പ്രവർത്തിക്കുന്ന സ്കൂളിലാണ്. പക്ഷേ രാവിലെ അത്തരത്തിലേക്കൊരു വലിയ തിരക്ക് ഈ പഞ്ചായത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും CPM നേതാവ് MV ജയരാജൻ ഇവിടെ എത്തി വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. മുൻപ് സൂചിപ്പിച്ചുള്ള തന്നെ പ്രധാനമായും CPM സംബന്ധിച്ച് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ CPM സാധിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് 24 ഡിവിഷനാണുള്ളത്. 24 ഡിവിഷനിൽ 17 ഡിവിഷനിലും LDF ആണ്. 7 ഡിവിഷനിൽ മാത്രമാണ് UDF ഉള്ളത്. ഗ്രാമപഞ്ചായത്ത് 71 ഗ്രാമപഞ്ചായത്തുകളിൽ 57 LDFിൻ്റെ സമഗ്രാധിപത്യം തന്നെയാണുള്ളത്. 14 സീറ്റിൽ മാത്രമാണ് UDF അവിടെയുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് 11ൽ 8 LDF ആണ്. UDFന് 3 ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം മാത്രമേ ഉള്ളൂ. കോർപ്പറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 55ൽ 34 UDF ആണ്. ആ കോർപ്പറേഷനിൽ മാത്രമാണ് UDFിൻ്റെ ഒരു മേൽക്കൈ ഉള്ളത്. നഗരസഭയിൽ 8ൽ 5 LDF ആണ്. UDF കേവലമായി 3 സീറ്റുകളിൽ മാത്രമേ ഉള്ളൂ. അത്തരത്തിലേക്കാണ് കണ്ണൂർ ജില്ലയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പറയുകയാണെങ്കിൽ അത്തരത്തിലേക്കാണ് കണ്ണൂർ ജില്ലയുടെ രാഷ്ട്രീയ പശ്ചാത്തലം പോകുന്നത്. ആകെ 1812 വാർഡുകളുണ്ട്. 20 ലക്ഷത്തിന് മുകളിൽ ഏതാണ്ട് 21 ലക്ഷത്തോളം വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. അതിൽ 678 പ്രവാസി വോട്ടർമാരുണ്ട്. 5472 സ്ഥാനാർത്ഥികളാണ് ഈ മത്സരരംഗത്ത് ഉള്ളത് എന്നുള്ളതാണ്. മുൻപ് സൂചിപ്പിച്ചോളം തന്നെ പോളിംഗ് ബൂത്തുകൾ 2305 എണ്ണം ഉണ്ടെങ്കിൽ പോലും അതിൽ 1025 എണ്ണവും പ്രശ്നബാധിത ബൂത്തുകളാണ്. ഈ ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഉൾപ്പെടെ ഏർപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. 50 ബൂത്തുകളിലാണ് മാവോയിസ്റ്റ് ഭീഷണി ഉള്ളത്. ഇവിടെ സായുധ സേനയുടെ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രശ്നങ്ങളില്ലാതെ നടത്താനുള്ള തയ്യാറെടുപ്പ് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രശ്നങ്ങളിലേക്കൊന്നും കടക്കില്ല എന്ന് തന്നെയാണ് നിലവിൽ കരുതുന്നത്. എന്തായാലും CPM നേതാവ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള MV ജയരാജൻ ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. UDFിൻ്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും വരുന്നു. ഇതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷം വിജയിക്കും. ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? 2020 കൂടുതൽ വോട്ടും സീറ്റും നേടി ഇടതുപക്ഷം മുന്നിലെത്തും. 67% കണ്ണൂർ ജില്ലയിൽ ഇടതുപക്ഷത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 2020 ജയിക്കാൻ കഴിഞ്ഞത്. അതിനേക്കാൾ കൂടുതലായിരിക്കും കണ്ണൂർ ജില്ലയിലെ സ്ഥിതി. കേരളത്തിൽ ആ മുന്നേറ്റം തന്നെയായിരിക്കും. തീർച്ചയായും അത് LDF സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ്. അപ്പോൾ വർഗീയ കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള ഉറച്ച മതനിരപേക്ഷ നിലപാടുമാണ് അത് തെളിയിക്കുന്നത്. ഇങ്ങനെ ഇടതുപക്ഷം വികസനവും ക്ഷേമവും മതനിരപേക്ഷതയും പറഞ്ഞ് ജനങ്ങളെ സമീപിച്ചപ്പോൾ പരാജയം ഉറപ്പായതിനെ തുടർന്നാണ് മതവും വിശ്വാസവും പറഞ്ഞ് വോട്ട് പിടിക്കാൻ പരിശ്രമിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്. UDFിൻ്റെ പല സ്ഥാനാർത്ഥികളും അങ്ങനെ ചെയ്തത് വീഡിയോവിലടക്കം ചിത്രസഹിതം അവർ പറയുന്നത് സഹിതം പുറത്തു വന്നിട്ടുണ്ട്. പണം കൊടുക്കുന്ന വീഡിയോ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. അതെല്ലാം പിടിക്കപ്പെട്ടത് UDFിൻ്റെയും BJPയുടേതുമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പാണ് എന്ന് വ്യക്തമായതുകൊണ്ടാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നിയമവും ചട്ടവും ലംഘിച്ചുകൊണ്ട് അവർ വോട്ട് പിടുത്തത്തിന് ഇറങ്ങിയത്. എന്നാലും അവർക്ക് രക്ഷയുണ്ടാവില്ല. മുഖ്യമന്ത്രിയുടെ വ്യക്തമായ 13 ചോദ്യങ്ങൾക്ക് മറുപടി പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയമായി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. സ്ത്രീപക്ഷ നിലപാടാണ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്നത് എന്ന വേട്ടക്കാരോടൊപ്പമാണ് തങ്ങളെന്ന് വ്യക്തമാക്കുന്നതാണ് അടൂർ പ്രകാശിൻ്റെ പ്രതികരണം. സമാന രീതിയിലുള്ള പ്രതികരണം രാഹുലിൻ്റെ കാര്യത്തിലും അടൂർ പ്രകാശ് നടത്തുകയുണ്ടായി. അപ്പോൾ ഇവിടെ ജനങ്ങൾ തിരിച്ചറിയുന്നത് UDF തിരസ്കരിക്കേണ്ട ഒരു മുന്നണിയാണെന്നാണ്. BJP ആവട്ടെ രാജ്യത്താകെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ നോക്കുകയാണ്. മതനിരപേക്ഷ കേരളം,
അവരുടെ ആ രാഷ്ട്രീയത്തോട് യോജിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇടതുപക്ഷം അതായിരിക്കും ഈ നാടിൻ്റെ പക്ഷം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. ശബരിമല വിഷയമൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നമായി ശബരിമലയിൽ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ച കാര്യങ്ങളാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത്. അത് ആ തീർത്ഥാടന കേന്ദ്രത്തെ ലോക തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ ആയിരക്കണക്കിന് കോടി രൂപ ഉപയോഗിച്ച് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്, ഇതെല്ലാം തന്നെ ജനങ്ങൾക്കറിയാം. അത് വൻ വിജയമായിരുന്നു. ഇതിനകം തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കാനുള്ള വിവിധ പദ്ധതികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇത്തവണത്തെ ശബരിമല അയ്യപ്പ ദർശനം കലക്കാൻ വേണ്ടി ചില പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. CPM-ന്റെ മുതിർന്ന നേതാവായ എം വി ജയരാജനാണ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിച്ചത്. അദ്ദേഹം സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുകയും പല വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടൊക്കെ സംസാരിക്കുകയായിരുന്നു. കണ്ണൂർ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ള CPM-ലെ പല പ്രമുഖരും വോട്ട് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് കണ്ണൂർ ജില്ല. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും മുൻ അധ്യക്ഷൻ K. സുധാകരൻ MP ഒക്കെ വോട്ട് ചെയ്യുന്ന ജില്ല കൂടിയാണ് കണ്ണൂർ ജില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം നടക്കുന്ന വടക്കൻ കേരളത്തിലെ ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ ജില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇനി കാസർഗോട്ടേക്ക് വരികയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാസർഗോഡ് 1790 ബൂത്തുകളാണ് തിരഞ്ഞെടുപ്പിനായി ഒരുക്കിയിട്ടുള്ളത്. എല്ലായിടത്തും വോട്ടിംഗ് ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ 119 ബൂത്തുകളാണ് പ്രശ്നബാധിത ബൂത്തുകളായിട്ടുള്ളത്. വോട്ടർമാർ രാവിലെ തന്നെ ബൂത്തുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി അനൂപ് നീലേശ്വരം ചേരുന്നു. അനൂപ്, 7 മണിക്ക് തന്നെ വോട്ടിംഗ് ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. വോട്ടർമാരുടെ നിര നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്താണ് കാസർഗോഡ് നിന്നും? അമ്പളി, തീർച്ചയായിട്ടും രാവിലെ മുതൽ തന്നെ ചില ബൂത്തുകൾക്ക് മുന്നിൽ ദൃശ്യങ്ങളിൽ കാണും പോലെ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ബൂത്തിന്റെ ദൃശ്യം നോക്കുമ്പോൾ വലിയ നീണ്ട നിരയും, അതുപോലെ കാസർഗോഡ് മണ്ഡലത്തിൽ നിയോജക മണ്ഡലത്തിൽ വരുന്ന ഒരു ബൂത്തിന്റെ ദൃശ്യം കൂടിയുണ്ട്. അതിൽ ആളുകൾ കുറവുമാണ് ഉള്ളത്. അതായത് രാവിലെ മുതൽ തന്നെ ചില ബൂത്തുകൾക്ക് മുന്നിലേക്ക് വലിയ രീതിയിലുള്ള ക്യൂ അനുഭവപ്പെടുന്നു. അതേസമയം മറ്റിടങ്ങളിൽ ആളുകൾ വന്നു തുടങ്ങുന്നു എന്നതാണ് ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാക്കുന്നത്. 2855 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതാണ്. ഇതിന്റെ ഒരു പൊതുചിത്രം നോക്കുമ്പോൾ അതിൽ 1382 പുരുഷ സ്ഥാനാർത്ഥികളും വനിതാ സ്ഥാനാർത്ഥികളായി 1473 പേരുമാണ് ഉള്ളത്. ജില്ലാ പഞ്ചായത്തിലേക്ക് 62 സ്ഥാനാർത്ഥികൾ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 293 സ്ഥാനാർത്ഥികളും 38 ഗ്രാമപഞ്ചായത്തുകളിലേക്കായി 2167 സ്ഥാനാർത്ഥികളും, അതുപോലെ തന്നെ നഗരസഭ 3 നഗരസഭകളാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. കാസർഗോഡ്, നീലേശ്വരം, കാഞ്ഞങ്ങാട് നഗരസഭകളിലായി 333 പേരും മത്സര രംഗത്തുണ്ട്. എന്തായാലും വാശിയേറിയ പോരാട്ടമാണ്. മറ്റിടങ്ങൾ എന്ന പോലെ കാസർഗോഡ് ജില്ലയിലും കനത്ത പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ ബൂത്തുകൾക്ക് മുന്നിലേക്ക് വോട്ടർമാർ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ 7 മണിക്ക് വോട്ടിംഗ് ആരംഭിച്ച് 15 മിനിറ്റോളം പിന്നിടുന്നതേ ഉള്ളൂ. വരുന്ന സമയങ്ങളിൽ വലിയ നീണ്ട നിര എല്ലാ ബൂത്തുകൾക്ക് മുന്നിലും ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. ഇപ്പോൾ തന്നെ ആളുകൾ വന്നു തുടങ്ങുന്നു. കനത്ത പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. 119 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ്. ഇവിടെയെല്ലാം വെബ്കാസ്റ്റ് സംവിധാനം അടക്കം ഒരുക്കിയിട്ടുള്ള വലിയ സുരക്ഷാ സജ്ജീകരണം അടക്കം വോട്ടർമാർക്ക് വോട്ടിംഗ് നടത്തുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വോട്ടർമാർ വന്നു തുടങ്ങുന്നതിന്റെ കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാസർഗോഡ് നിന്ന് കാണാൻ സാധിക്കുന്നത്. അമ്പളി, ശരി, കാസർഗോഡും സുഗമമായി വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വോട്ടിംഗ് ആരംഭിച്ച് 15 മിനിറ്റേ ആയിട്ടുള്ളൂ. ഇനി മലപ്പുറത്തേക്ക് കൂടി പോവുകയാണെങ്കിൽ മലപ്പുറത്ത് മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 13-ിടയ്ക്ക് മോക്ക് പോളിംഗ് തടസ്സപ്പെട്ടു. ഹൽ ഇക്കമ മദ്രസയിലാണ് ബൂത്ത്. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മെഷീനാണ് തകരാറിലായത്. വേങ്ങര KR നഗർ പഞ്ചായത്തിലെ 5-ാം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രവും തകരാറിലാണ്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും TK അരവിന്ദൻ ചേരുന്നുണ്ട്. അരവിന്ദൻ, ലീഗിന്റെ അടക്കം പ്രമുഖ നേതാക്കൾ വോട്ട് ചെയ്യുന്ന മണ്ഡലം കൂടിയാണ് മലപ്പുറം. ചിലയിടങ്ങളിൽ സാങ്കേതിക തകരാറ് കാണും, വോട്ടിംഗ് മെഷീനിൽ തകരാറുമുണ്ട്. ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടോ? എന്താണ് മലപ്പുറത്ത് നിന്നുള്ള വിവരങ്ങൾ?
അമ്പലയിൽ മലപ്പുറത്ത് 2 ബൂത്തുകളിലാണ് ഇപ്പോൾ പോളിംഗ് തടസ്സപ്പെട്ടിരിക്കുന്നത്. ഒന്ന് മുതവല്ലൂരാണ്. മുതവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 13-ാം നമ്പർ വാർഡിൽ പാവക്കുളം എന്ന് പറയുന്ന വാർഡിലാണ് പോളിംഗ് തടസ്സപ്പെട്ടത്. ഇവിടെ പോളിംഗ് മെഷീൻ മോക്ക് പോളിംഗിന്റെ ടൈമിൽ തന്നെ സമയത്ത് തന്നെ മെഷീനിൽ തകരാർ കണ്ടെത്തുകയായിരുന്നു. ഇവിടെ ഇതുവരെ പോളിംഗ് ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. മറ്റൊരു കാര്യം വേങ്ങരയിൽ KR നഗർ പഞ്ചായത്തിലെ 5-ാം വാർഡിലും പോളിംഗ് തടസ്സപ്പെട്ടു. ഇവിടുത്തെയും പോളിംഗ് മെഷീൻ തകരാറിലാണ്. അല്പസമയത്തിനകം പ്രശ്നം പരിഹരിച്ച് പോളിംഗ് തുടരാനാകുമെന്നാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ജില്ലയിലെ പ്രമുഖ നേതാക്കളെല്ലാം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് വോട്ട് രേഖപ്പെടുത്തി. പാണക്കാട് CKMLP സ്കൂളിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. UDF വൻ വിജയം നേടുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഒപ്പം PK കുഞ്ഞാലിക്കുട്ടിയും അല്പസമയത്തിനകം വോട്ട് രേഖപ്പെടുത്തും. കുഞ്ഞാലിക്കുട്ടിയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. ആദ്യഘട്ട പോളിംഗിനേക്കാൾ മികച്ച പോളിംഗ് മലബാറിൽ നടക്കും. അത് UDFന്റെ ഗംഭീര തിരിച്ചുവരവിന് കാരണമാകുമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് UDF മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ശബരിമല വിഷയം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുമെല്ലാം തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും മലപ്പുറത്ത് പോളിംഗ് ഇപ്പോൾ സുഗമമായി പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം കൂടുതൽ നേതാക്കൾ പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് രേഖപ്പെടുത്തും. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ ആദ്യം പോളിംഗ് നടന്ന് 15 മിനിറ്റ് കഴിയുമ്പോഴും ഭൂരിഭാഗം പ്രദേശങ്ങളിലും തടസ്സങ്ങളില്ലാതെ പോളിംഗ് മുന്നോട്ട് പോവുകയാണ്. അമ്പലേ മലപ്പുറത്തും സുഗമമായി പോളിംഗ് പുരോഗമിക്കുന്നുണ്ട്. രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. വൈകുന്നേരം 6 മണിക്കാണ് അവസാനിക്കുക. കഴിഞ്ഞ 2020 കണക്കുകൾ നോക്കുകയാണെങ്കിൽ വടക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ പല ജില്ലകളിലും 75-80% പോളിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും ആ രീതിയിലുള്ള ഒരു പോളിംഗ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പോളിംഗ് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ. തെക്കൻ കേരളത്തിൽ പോളിംഗ് ശതമാനം 2020 കുറഞ്ഞതിലൊരു ആശങ്ക ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണവും വോട്ടർമാരിലേക്ക് എത്താനുള്ള നടപടികളൊക്കെ കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ നടത്തിയിരുന്നു. പോളിംഗ് ആരംഭിച്ച് 15 മിനിറ്റേ ആയിട്ടുള്ളൂ. രണ്ടാം ഘട്ടത്തിൽ 7 ജില്ലാ പഞ്ചായത്തുകളിലെ 182 ഡിവിഷനുകളിലേക്കും അതുപോലെ തന്നെ 77 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 1177 ഡിവിഷനുകളിലേക്കും 470 ഗ്രാമപഞ്ചായത്തുകളിലെ 9015 വാർഡുകളിലേക്കും 47 മുനിസിപ്പാലിറ്റികളിലെ 1829 വാർഡുകളിലേക്കും 3 കോർപ്പറേഷനുകളിലെ 188 വാർഡുകളിലേക്കുമാണ് 7 ജില്ലകളിൽ നിന്നായി ജനവിധി തേടുന്നത്. ആകെ 1.5 കോടിയിലധികം വോട്ടർമാരാണ് സമ്മതിദാനാവകാശം നിർവഹിക്കുക. 1.53 കോടിയിലധികം വോട്ടർമാരാണുള്ളത്. വിവിധ രാഷ്ട്രീയ മുന്നണികളുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും ഉൾപ്പെടെ 38,994 സ്ഥാനാർത്ഥികളാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രാദേശിക വികസനം അതുകൂടാതെ കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം തന്നെ 1 മാസം നീണ്ട പ്രചാരണങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ആ രീതിയിലുള്ള ഒരു പോളിംഗ് തന്നെ വടക്കൻ ജില്ലകളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ വർഷ ഗിരീഷാണ് ചേരുന്നത്. വർഷ, പോളിംഗ് ആരംഭിച്ച് തുടങ്ങിയതേ ഉള്ളൂ. എന്താണ് കോഴിക്കോട് നിന്നുള്ളൊരു കാഴ്ച? വർഷ ഇപ്പോൾ നിൽക്കുന്നത് ഏത് ബൂത്തിലാണ്? വോട്ടർമാരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ച ഒരു തുടക്കത്തിൽ? ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് കോർപ്പറേഷനിലെ ചക്കോത്തുകുളം വാർഡിലാണ്. ഇവിടെ സെന്റ് മൈക്കിൾസ് സ്കൂളിലാണുള്ളത്. ബൂത്ത് നമ്പർ 4-ൽ ഇവിടെ അല്പം മുമ്പ് മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള MK മുനീർ MLA വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരുന്നു. അങ്ങനെ പ്രമുഖരായ ഒത്തിരി പേർ വോട്ട് ചെയ്യാനെത്തുന്ന ഒരു ഇടം കൂടിയാണ് ഈ ചക്കോത്തുകുളത്തെ ഈ സെന്റ് മൈക്കിൾസ് സ്കൂൾ. അവിടെയാണ് ഞാനിപ്പോൾ നിലവിലുള്ളത്. എന്തായാലും വോട്ടിംഗ് നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. രാവിലെ വലിയ തിരക്കൊന്നും ഇവിടെ അനുഭവപ്പെടുന്നില്ല. എങ്കിലും ഇനി സമയം ബാക്കിയുണ്ട്. ഈ 9 മണിയോട് കൂടി തന്നെ ഒരുപാട് പേർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ന് അവധിയാണ്. അതുകൊണ്ട് തന്നെ വൈകി എത്തിയാലും കുഴപ്പമില്ല. സാധാരണഗതിയിലാണെങ്കിൽ ജോലിയുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ അത് രാവിലെ വന്ന് വോട്ട് ചെയ്ത് പോവേണ്ടതുണ്ട്. പക്ഷേ അവധി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇവിടെ എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. എന്തായാലും സ്ഥാനാർത്ഥികളെല്ലാം വലിയ നെഞ്ചെടുപ്പിൽ തന്നെയാണ്. കാരണം പ്രചരണത്തിന് അനുസരിച്ചുള്ള ഒരു ആളുകൾ ബൂത്തിലേക്ക് എത്തിയില്ലെങ്കിൽ അത് വളരെ പ്രതിസന്ധിയാകും. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും മുന്നണികൾ എല്ലാം നടത്തുന്നുണ്ട്. നിലവിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, 3-4 പേർ മാത്രമാണ് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം അല്പസമയത്തിനകം ഉള്ളിൽ എത്തുമെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥികളുമായി മുമ്പ് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കാരണം അത്ര കാടടച്ചുള്ള ഒരു പ്രചരണമായിരുന്നു ഇവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ ഉള്ളത്. കോഴിക്കോടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ
ആകെ 6323 സ്ഥാനാർത്ഥികളാണുള്ളത്. 26,82,682 വോട്ടർമാർ നിലവിൽ ആകെ ഈ കോഴിക്കോട് ഉള്ളത്. അതുപോലെ തന്നെ 70 ഗ്രാമപഞ്ചായത്തുകളിലെ 1343 വാർഡുകളിലേക്കും 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 183 വാർഡുകളിലേക്കും ജില്ലാ പഞ്ചായത്തിലെ 28 വാർഡുകളിലേക്കും 7 നഗരസഭയിലെ 273 വാർഡുകളിലേക്കും ആണ് ഇവിടെ വോട്ടെടുപ്പ് നടക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷ തന്നെയാണ് മുന്നണികൾക്കുള്ളത്. എല്ലാവരും വോട്ട് ചെയ്യാൻ എത്തിയാൽ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം തന്നെ, ഒരുപക്ഷെ തെക്കൻ കേരളത്തിനെ അപേക്ഷിച്ച് വലിയൊരു പോളിംഗ് ശതമാനം തന്നെ വടക്കൻ കേരളത്തിൽ ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഈ വടക്കൻ ജില്ലകൾ ഉള്ളത്. കോഴിക്കോടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, കോഴിക്കോട് രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷയിലാണ് ഇടതുപക്ഷമുള്ളത്. വലിയ രീതിയിലുള്ള പിണറായി സർക്കാരിന്റെ വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇവിടെ പ്രധാനമായും പ്രചരണം നടന്നിരുന്നത്. അതേസമയം UDFന്റെ വാദം എന്ന് പറയുന്നത് ഇത്തവണ ചരിത്രം മാറ്റി എഴുതപ്പെടും, ഇത്തവണ UDF മേയർ അധികാരത്തിൽ വരുമെന്നുള്ളതാണ് UDFന്റെ വാദം. എന്നാൽ BJP ഒറ്റകക്ഷിയാകുമെന്ന് അവരും വാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരം, വലിയ രീതിയിലുള്ള ത്രികോണ മത്സരം തന്നെ ഇത്തവണ നടക്കുമെന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കാരണം കഴിഞ്ഞ തവണത്തേക്കാളെല്ലാം അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പുകൾ UDFും BJPയും നടത്തിയിട്ടുണ്ട്. BJP കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ സൂചിപ്പിച്ചിരുന്നു, പ്രകാശ് ബാബു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം 7 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ BJP നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രതീക്ഷ BJPക്കുണ്ട് എന്നുള്ള കാര്യമാണ്. അത്ര ആത്മവിശ്വാസത്തോടു കൂടി ഒറ്റകക്ഷിയാകുമെന്നുള്ളതാണ് BJP പറയുന്നത്. എന്നാൽ UDF പറയുന്നത് ഇത്തവണ ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ ചരിത്രത്തിൽ ആദ്യമായി ഭരണം UDF കൈക്കലാക്കുമെന്നുള്ളതാണ് UDFന്റെ പ്രധാനപ്പെട്ട വാദം. എന്നാൽ ഈ ഒരു കോഴിക്കോടുള്ള LDFന്റെ സ്വാധീനം ഒരിക്കലും നഷ്ടപ്പെടില്ല, അത് കുറയുകയില്ല, കൂടുക മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള M മെഹബൂബും പറയുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ആവേശകരമായ മത്സരം തന്നെയാണ് തുടക്കം മുതൽ തന്നെ കോഴിക്കോട് ഉണ്ടായത്. മറ്റു പ്രധാനപ്പെട്ട തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള വെല്ലുവിളികളാണ്. UDFനെ സംബന്ധിച്ച് നമുക്കറിയാം, സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് വലിയൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. വലിയ ആഘോഷത്തോടു കൂടി മേയർ സ്ഥാനാർത്ഥിയായി സംവിധായകൻ VM വിനുവിനെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് വോട്ടില്ലാതായതോടുകൂടി ആ പ്രഖ്യാപനം അസാധുവായി മാറുകയായിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി വലിയ പരിഹാസം LDFന്റെയും BJPയുടെയും ഭാഗത്തു നിന്നും UDFന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങളെ തളർത്തില്ല. വലിയ ആവേശത്തോടു കൂടി തന്നെ, വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് UDF മുന്നോട്ട് പോകുന്നത്. അതുപോലെ വിമതശല്യവും കോൺഗ്രസിന് വളരെയധികം കൂടുതലായിരുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധികൾ വർഷ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മാസം നീണ്ട വാശിയേറിയ പ്രചരണങ്ങൾക്കും വാക്പോരുകൾക്കും ഒടുവിലാണ് വടക്കൻ കേരളത്തിലും എല്ലാ ജില്ലകളിലെയും വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം അനുവദിച്ച നടപടി ചോദ്യം ചെയ്ത് സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത് വസ്തുതകൾ പരിഗണിക്കാതെയാണെന്ന് കോടതിയെ അറിയിക്കും. 2 കേസുകളിലും മുൻകൂർ ജാമ്യം അനുവദിച്ചതോടെ രാഹുൽ ഇന്ന് വോട്ട് രേഖപ്പെടുത്താൻ പാലക്കാടെത്താൻ സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുന്നുണ്ട്. ദേവിക, വടക്കൻ കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് എത്തുകയാണെങ്കിൽ വടക്കൻ കേരളത്തിലെ വോട്ടെടുപ്പിനെ ചടുലമാക്കുക ആ കാര്യം തന്നെയായിരിക്കും. ഈ സാഹചര്യത്തിലാണ് ഈ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ച സാഹചര്യത്തിൽ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ആദ്യത്തെ ജാമ്യം ഓൾറെഡി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. സർക്കാരിൻ്റെ ഒരു നീക്കം എങ്ങനെയാണ്? അമ്പിളി, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന് വോട്ടുള്ളത് പാലക്കാട് നഗരസഭയിലെ 24-ാം വാർഡിലെ കുന്നത്തൂർമേടൻ നോർത്ത് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ്. അവിടെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണെങ്കിൽ അത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നത് തീർച്ചയാണ്. കാരണം നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ MLA-ക്കെതിരെ അതിശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് പാർട്ടിയിൽ നിന്ന് അടക്കം മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തനിക്കെതിരെയുള്ള 2 കേസുകളിലും മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി ഇത്തരത്തിൽ ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അതായത് 3 മാസക്കാലത്തേക്ക് ഒന്നിടവിട്ടുള്ള തിങ്കളാഴ്ചകളിൽ കോടതിക്ക് മുമ്പാകെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകണം. എപ്പോഴെല്ലാം ആവശ്യപ്പെടുമോ അപ്പോഴെല്ലാം ഹാജരാകണം. അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും നടത്തരുത്, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തരുത്. അങ്ങനെ ചില ഉപാധികളോടെയാണ് ഈ ജാമ്യം അനുവദിച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇത് ആശ്വാസം തന്നെയാണ്. കാരണം ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ നാട്ടിൽ കാലുകുത്താൻ കഴിയാത്ത അവസ്ഥയിൽ ഒളിവിൽ തുടരുകയാണ്. അപ്പോൾ രാഹുൽ
മാങ്കൂട്ടത്തിന് നിലവിൽ ഇപ്പോഴും പോലീസിന് എവിടെയാണ് രാഹുൽ ഉള്ളത് എന്നത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നാട്ടിലെത്തുകയാണെങ്കിൽ പിന്നീട് ഒരു തിരിച്ചുപോക്ക്, അതായത് ഒരു ഒളിവ് ജീവിതത്തിലേക്കുള്ള പോക്ക് എത്രത്തോളം സാധ്യമാണ് എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും ഈ പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുമെങ്കിൽ അത് ഈ ഇലക്ഷൻ റിസൾട്ടിനെ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു വിധിയെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു ഇടപെടലായിരിക്കുമെന്നത് തീർച്ചയാണ്. അമ്പിളി, രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ച നടപടി ചോദ്യം ചെയ്ത് സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. ഈ സാഹചര്യത്തിൽ ഇന്ന് പാലക്കാട് വോട്ടെടുപ്പ് നടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ പാലക്കാട് എത്തുമോ എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദേവിക ചന്ദ്രൻ. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമന കേസ് സുപ്രീം കോടതി പരിഗണിക്കും. നിയമന കാര്യത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ ധാരണയാകാത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതി വിധി നിർണായകമാണ്. ഡോക്ടർ സിസ തോമസ്, ഡോക്ടർ പ്രിയാചന്ദ്രൻ എന്നിവർ VC-മാരാകാൻ യോഗ്യരെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. എതിർപ്പ് തുടർന്ന് സർക്കാരും രംഗത്തുണ്ട്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ ഡൽഹിയിലെ വായു മലിനീകരണം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ തീരുമാനം. രാജ്യസഭയിൽ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികവുമായി ബന്ധപ്പെട്ട ചർച്ച ഇന്നും തുടരും. ഈ ചർച്ചയ്ക്ക് പിന്നാലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും ചർച്ച ആരംഭിക്കും. SIR-ലെ ലോക്സഭയിലെ ചർച്ച വലിയ തർക്കത്തിലും പ്രതിഷേധത്തിലുമാണ് അവസാനിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങളാണ് നടന്നത്. SIR-ൽ രാജ്യസഭയിലും പ്രതിപക്ഷ പ്രതിഷേധം ഉയരും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 2 ദിവസത്തെ മണിപ്പൂർ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ന് ഇംഫാലിലെത്തുന്ന രാഷ്ട്രപതിയെ ഔദ്യോഗിക ബഹുമതികളോടെ സ്വീകരിക്കും. പോളോ പ്രദർശന മത്സരം വീക്ഷിച്ച ശേഷം വൈകിട്ട് സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിൽ നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും രാഷ്ട്രപതി നിർവഹിക്കും. നാളെ ഇംഫാലിലെ നൂപിലാൽ സന്ദർശിച്ച് മണിപ്പൂരിലെ ധീരവനിതകൾക്ക് ആദരാഞ്ജലി അർപ്പിക്കും. തുടർന്ന് സേനാപതിയിലേക്ക് എത്തുന്ന രാഷ്ട്രപതി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. തുടർന്ന് വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കഴിഞ്ഞ 3 മാസത്തിനിടെ രാഷ്ട്രപതിയുടെ 2ാമത്തെ മണിപ്പൂർ സന്ദർശനമാണിത്. ക്രിസ്മസിനെ വരവേൽക്കാൻ നക്ഷത്രഗ്രാമം ഒരുക്കി ഇടുക്കി കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയം. ദേവാലയത്തിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിലാണ് നക്ഷത്രഗ്രാമം നിർമ്മിച്ചത്. രാത്രി സമയം നക്ഷത്രങ്ങൾ മിഴിതെളിയിച്ച് നിലകൊള്ളുന്ന കാഴ്ച അതിമനോഹരമാണ്. വിണ്ണിലെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെയുള്ള ഒരു കാഴ്ച. ഈ കാഴ്ച കാണാൻ മറ്റെങ്ങും പോകേണ്ട. കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയ അങ്കണത്തിലെത്തിയാൽ മതി. ഇവിടെ ദേവാലയത്തിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച നക്ഷത്രഗ്രാമമാണ് നയനമനോഹര കാഴ്ച സമ്മാനിക്കുന്നത്. ഇടവകയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ മനോഹര നക്ഷത്രഗ്രാമം. ഇതിനുവേണ്ട എല്ലാ വസ്തുക്കളും ഇവരുടെ നേതൃത്വത്തിൽ ശേഖരിച്ച് സ്വന്തമായാണ് നക്ഷത്രങ്ങൾ നിർമ്മിച്ചത്. 55 ചെറു നക്ഷത്രങ്ങൾ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്നു. ഇത് ഇടവകയിലെ 55 കുടുംബ കൂട്ടായ്മകളെ സൂചിപ്പിക്കുന്നു. യുവജനങ്ങൾക്ക് എല്ലാ പിന്തുണയുമായി ദേവാലയത്തിലെ വൈദികരും ഇടവക അംഗങ്ങളും ഉണ്ടായിരുന്നു. കട്ടപ്പന ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ നിൽക്കുന്ന സ്റ്റാറുകൾ മുഴുവനും ഈ ഇടവകയിലെ ഓരോ ജനത്തെയുമാണ് സൂചിപ്പിക്കുക. കാരണം 55 നക്ഷത്രങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 55 കൂട്ടായ്മകളാണ് ഈ ഇടവകയിലുള്ളത്. അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടെയാണ് ഈ ഒരു വിസ്മയം നമുക്ക് തീർക്കാൻ ഇവിടെ സാധിച്ചത്. അതിന് മുൻപന്തിയിലേക്ക് വന്നതും അതിനുവേണ്ടി ഒത്തിരി അധ്വാനിച്ചതും ഈ ഇടവകയിലെ യുവജനങ്ങളാണ്. കട്ടപ്പന സെന്റ് ജോർജ് ഇടവക ദേവാലയ അങ്കണത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന നക്ഷത്രഗ്രാമം നാട്ടിൽ സംസാര വിഷയമായി മാറിക്കഴിഞ്ഞു. അറിഞ്ഞും കേട്ടും നിരവധി പേരാണ് ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ദേവാലയത്തിലെത്തി നക്ഷത്രഗ്രാമത്തിന്റെ ഭംഗി ആസ്വദിച്ച് മടങ്ങുന്നത്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ രാവിലെ തിരക്ക് അധികം അനുഭവപ്പെടുന്നില്ല. ഇന്നലെ 80,000-ഓളം പേരാണ് ദർശനം നടത്തിയത്. ഇന്നത്തെ പൂജാ സമയങ്ങളിലും മാറ്റമില്ല. സന്നിധാനത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി MM രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, കഴിഞ്ഞ ദിവസം 90,000 പേരായിരുന്നു, ഇന്നലെ 80,000. അതുകൊണ്ട് തന്നെ തിരക്ക് ഏറെ നിയന്ത്രണമാണ്. രാവിലെയുള്ളൊരു കാഴ്ച എന്താണ് സന്നിധാനത്തു നിന്നുള്ള? അമ്പിളി, വടക്കൻ കേരളത്തിൽ തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ ആളുകൾ
ഈ ദിവസം ഉപയോഗിക്കുന്നതിനാൽ ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ തെക്കൻ കേരളത്തിൽ വോട്ടെടുപ്പ് ദിവസം വലിയ തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. തെക്കൻ കേരളത്തിൽ വോട്ടെടുപ്പ് ആയതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിൽ നിന്നുള്ള ഭക്തജനങ്ങൾ കൂടുതലായി എത്തിയ ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ദിവസം ഇടവേളയായിരുന്നു. ഈ ഇടവേള ദിവസത്തിലും ഈ പറഞ്ഞ പോലെ തന്നെ ഭക്തരുടെ നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വലിയ തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നില്ല. അതേസമയത്ത് തന്നെ വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെയുള്ളവ മുഖാന്തിരം നിയന്ത്രിച്ചതിനാൽ സന്നിധാനത്ത് എത്തുന്ന ഭക്തർക്ക് കൃത്യമായി തന്നെ ദർശനം നടത്തി മടങ്ങിപ്പോകുന്നതിനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഇന്നത്തെ പൂജാ സമയങ്ങളിലൊന്നും തന്നെ മറ്റ് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളുമില്ല. ഏതായാലും ഏകദേശം ഒരു ഉച്ചയോടുകൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് ഭക്തജനങ്ങൾ എത്രമാത്രം എത്തിയിട്ടുണ്ട് എന്ന് കണക്ക് കിട്ടുകയുള്ളൂ. പോലീസ് ഓരോ മണിക്കൂറിലും എത്തുന്ന ഭക്തജനങ്ങളുടെ കണക്കും ഒപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെയുള്ളവ വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണം ഉൾപ്പെടെ പരിശോധിച്ച് ഓരോ മണിക്കൂറും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ദേവസ്വം ബോർഡും പോലീസും സംയുക്തമായാണ് ഇത്തരത്തിൽ ഭക്തജനങ്ങളെ സന്നിധാനത്തേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തർക്ക് ദർശനം നടത്തുന്നതിന് മറ്റു തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ശരി, ശബരിമല സന്നിധാനത്തിനുള്ള വിശേഷങ്ങൾ നൽകുകയായിരുന്നു എം രാകേഷ്. രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരിതെളിയും. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് പാസ് വിതരണം ഇന്ന് ആരംഭിക്കും. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ചലച്ചിത്ര താരം ലിജോ മോൾ ജോസ് ആദ്യ ഡെലിഗേറ്റ് പാസ് ഏറ്റുവാങ്ങും. ചലച്ചിത്രമേളയ്ക്ക് നാളെയാണ് തിരിതെളിയുന്നത്. 82 രാജ്യങ്ങളിൽ നിന്നുള്ള 206 ചിത്രങ്ങളാണ് മേളയുടെ ഭാഗമാകുന്നത്. 1936 പലസ്തീൻ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന പലസ്തീൻ 36 ആണ് ഉദ്ഘാടന ചിത്രം. ടോക്കിയോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമയാണിത്. കൊല്ലം അഞ്ചലിൽ വാഹനാപകടത്തിൽ 3 മരണം. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മരിച്ച 3 പേരും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തവരാണ്. കരവാളൂർ സ്വദേശികളായ ശ്രുതിലക്ഷ്മി, ജ്യോതിലക്ഷ്മി, ഓട്ടോറിക്ഷ ഡ്രൈവർ തഴമേൽ ചൂരക്കുളം സ്വദേശി അക്ഷയ് എന്നിവരാണ് മരിച്ചത്. വിവരങ്ങളുമായി സുധീഷ് കുമാർ ചേരുന്നുണ്ട്. സുധീഷ്, രാവിലെ തന്നെ ഒരു അപകട വാർത്തയാണ്. 3 മരണവും സംഭവിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച വാഹനമാണ് അപകടമുണ്ടായിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വളരെ ദയനീയമായൊരു സംഭവം. അഞ്ചലിൽ പുനലൂരിൽ പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന യാത്രക്കാരാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത 3 പേരാണ് ഈ അപകടത്തിൽ അവർക്കാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ചിരുന്ന ഒരു ബസ് ഈ ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാരണം പുലർച്ചെ 1 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ബസ്സിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിനാണ് ഇപ്പോൾ പോലീസും മറ്റുമൊക്കെ. കാരണം ഓട്ടോറിക്ഷ വെട്ടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഈ ബസ് ഒരു നിയന്ത്രണം വിട്ടുവന്ന ഈ ബസ് ഇടിച്ചതിന് മൂലം ഓട്ടോറിക്ഷ മറിഞ്ഞു ഉണ്ടായ അപകടത്തിലാണ് ഈ 3 പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവരെ ഉടൻ തന്നെ അപകടം നടന്ന ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ മൃതദേഹം അഞ്ചലിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ശരി, കൊല്ലം അഞ്ചലിൽ വാഹനാപകടത്തിൽ 3 മരണം. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് കുമാർ. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമന കേസ് സുപ്രീം കോടതി പരിഗണിക്കും. നിയമന കാര്യത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ ധാരണയാകാത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതി വിധി നിർണായകമാകും. ഡോക്ടർ സിസ തോമസ്, ഡോക്ടർ പ്രിയാചന്ദ്രൻ എന്നിവർ VC-മാരാകാൻ യോഗ്യരെന്ന നിലപാടിൽ ഉറച്ച് ഗവർണർ. എതിർപ്പ് തുടർന്ന് സർക്കാരും രംഗത്തുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, സർക്കാർ ഇന്നലെ ഒരു സമവായ ശ്രമത്തിന് ഗവർണറുമായി ശ്രമിച്ചിരുന്നു, നടന്നില്ല. ഈ 2 പക്ഷവും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ സുപ്രീം കോടതി തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? അമ്പിളി, ഗുഡ് മോർണിംഗ്. ഏതായാലും സിസ തോമസിന്റെ കാര്യത്തിലാണ് സർക്കാരും ഗവർണറും തമ്മിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ നടക്കുന്നത്. പ്രത്യേകിച്ച് സിസ തോമസിനെ ഒഴിവാക്കി മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്ന നിലപാട് സംസ്ഥാന സർക്കാർ ആവർത്തിക്കുന്നുണ്ട്. ഇന്നലെ മന്ത്രിമാർ P രാജീവും R ബിന്ദുവും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു, കാര്യങ്ങൾ ധരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതുപോലും സ്വാഭാവികമായും വിലയിരുത്തപ്പെടുന്നത് സുപ്രീം കോടതി ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സമവായ നീക്കം നടത്തിയത് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള നീക്കമായി തന്നെ അതിനെ വിലയിരുത്തേണ്ടി വരും. കാരണം നേരത്തെ തന്നെ ഗവർണർ സിസ തോമസിന്റെ കാര്യത്തിൽ കടുംപിടുത്തം
തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അതിനപ്പുറത്തേക്ക് കൂടുതൽ സമവായം ഉണ്ടാകില്ലെന്ന് സർക്കാരിനും അറിയാവുന്നതായിരുന്നു. പക്ഷേ ഒരു ശ്രമം എന്ന നിലയിൽ സർക്കാർ അത്തരം ഒരു നീക്കം നടത്തുകയും ചെയ്തു. മാത്രമല്ല മുഖ്യമന്ത്രി നേരിട്ട് എത്തണമെന്നൊരു ചില നിലപാടിലേക്കൊക്കെ തന്നെ ഇത്തരത്തിൽ ഗവർണർ പോകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ കേസ് ഇന്ന് JV പർദിവാല അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. നേരത്തെ ഈ ഹർജി പരിഗണിച്ച സമയത്താണ് സർക്കാരും ഗവർണറും തമ്മിൽ ഈ വിഷയത്തിൽ സമവായം ഉണ്ടാകണമെന്ന് നിർദ്ദേശം നൽകിയത്. മാത്രമല്ല ഇതിങ്ങനെ അനിശ്ചിതകാലം നീട്ടിക്കൊണ്ടുപോകാനാകില്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ സുധാംശു ധൂലിയെ ഇതിന്റെ ചെയർമാനായി സെർച്ച് കമ്മിറ്റിയുടെ ചെയർമാനായി സുപ്രീം കോടതി നിയോഗിച്ചതാണ്. ആ കമ്മിറ്റി ആ ചെയർമാൻ നൽകിയ ചില നിർദ്ദേശങ്ങളൊക്കെ തന്നെയുണ്ട്. അത് പൂർണ്ണമായും പാലിക്കാൻ സർക്കാരും ഗവർണറും തയ്യാറാകണമെന്ന നിർദ്ദേശമാണ് പ്രധാനമായും സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ ഈ നിലവിലുള്ള സാഹചര്യത്തിൽ ഇത് സമവായത്തിലേക്ക് എത്തിയില്ലെങ്കിൽ സുപ്രീം കോടതി കൃത്യമായ ഇടപെടൽ നടത്തുമെന്ന് വ്യക്തമാക്കുക. അതായത് സുപ്രീം കോടതി തീരുമാനിച്ച നിയമനം നടത്തുന്ന സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന സൂചന കൂടി കോടതി മുന്നോട്ട് വെച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ സമവായമാകാത്ത പശ്ചാത്തലം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഇനി എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സർക്കാർ ഈ വിഷയത്തിൽ തുടർ ചർച്ചകൾ നടക്കുമെന്നൊരു കാര്യമായിരിക്കും മുന്നോട്ട് വെക്കുന്നത്. ഇന്നലെ അത് മന്ത്രിമാർ പറയുകയും ചെയ്തു. ഈ ചർച്ച തുടരും എന്ന് തന്നെയാണ്. അത് തന്നെയായിരിക്കും ഇന്ന് സുപ്രീം കോടതിയിലും സർക്കാർ ആവർത്തിക്കുക. കാരണം അതിന്റെ മുന്നോടിയായാണ് ഈ മന്ത്രിമാർ ഗവർണറെ കണ്ടതും അതിന്റെ മുന്നോടിയെ തന്നെയാണ്. ആ ഒരു സാഹചര്യം ഇന്ന് സുപ്രീം കോടതി അറിയിക്കും. തുടർ ചർച്ചകൾ ഉണ്ടാകും. മുഖ്യമന്ത്രി നേരിട്ടാണെങ്കിൽ അങ്ങനെയും മുന്നോട്ട് പോകുമെന്ന കാര്യമായിരിക്കും ഒരുപക്ഷെ സർക്കാർ അറിയിക്കുക. അതേസമയം തന്നെ ഗവർണർ ഈ നിലപാട് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. സിസ തോമസിന്റെ കാര്യത്തിലും ഒരു തരത്തിലും വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഗവർണറും ആവർത്തിക്കുകയും ചെയ്യുന്നത്. അമ്പിളി, ശരി. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമന കേസ് സുപ്രീം കോടതി പരിഗണിക്കും. നിയമന കാര്യത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ ധാരണയാകാത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ തീരുമാനം ഏറെ നിർണായകമാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു KK പ്രശാന്ത്. ഇനി ഓഹരി വിപണിയുടെ വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ് ചേരുന്നു. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ എന്ത് പ്രതീക്ഷിക്കാം? ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി ഈ ആഴ്ച വിപണി വിൽപ്പനയിലായിരുന്നു. രൂപയുടെ മൂല്യത്തിലുണ്ടായിട്ടുള്ള ഇടിവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന വിൽപ്പനയും India-US വ്യാപാര കരാർ നീളുന്നതുമാണ് ഇപ്പോഴത്തെ വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. ചെറുകിട നിക്ഷേപകരാണ് ഏറ്റവും കൂടുതൽ വിപണിയിൽ ഇപ്പോൾ വിറ്റുമാറുന്നത്. ഒപ്പം തന്നെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വിപണിയിൽ നിക്ഷേപത്തിലുണ്ടെങ്കിൽ കൂടിയും അത് മുൻനിര ഓഹരികളെ കേന്ദ്രീകരിച്ചുകൊണ്ടായതിനാൽ രണ്ടാം നിര ചെറുകിട ഓഹരികളിലെ വിൽപ്പന സമ്മർദ്ദം തുടരുക തന്നെയാണ്. അതിനിടെ ഇന്നലെ US ഫെഡറൽ റിസർവ് അവിടെ പലിശ നിരക്കുകൾ 0.4% കുറയ്ക്കാൻ തീരുമാനിച്ചു. ഇത് തുടർച്ചയായി 3ാമത്തെ തവണയാണ് അവിടെ പലിശ നിരക്കുകൾ കുറയ്ക്കുന്നത്. ഇൻഫ്ലേഷൻ നേരിയ തോതിൽ പണപ്പെരുപ്പം നേരിയ തോതിൽ ഉയർന്നു നിൽക്കുമ്പോഴും ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു നിരക്ക് കുറയ്ക്കൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ US വിപണികളിലെല്ലാം ഇന്നലെ നേട്ടമായിരുന്നു. എന്നാൽ ഏഷ്യൻ വിപണികളിൽ ഇതൊരു സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എങ്കിൽ കൂടിയും വരും 2026 നിരക്ക് കുറയ്ക്കൽ എങ്ങനെയാവും എന്നതിനെ കുറിച്ചുള്ള ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ്. ഇന്നും ഓഹരി വിപണി നേട്ടത്തിലായിരിക്കും ആരംഭിക്കുക. ഓഹരി വിപണിയുടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയായിരുന്നു ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ്. വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ വടക്കൻ കേരളത്തിലെ 7 ജില്ലകളിലും വോട്ടെടുപ്പ് ആദ്യഘട്ടം, അതായത് അരമണിക്കൂർ പിന്നിട്ടിട്ടേ ഉള്ളൂ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ട്. ഇപ്പോൾ കോഴിക്കോട് BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് സംസാരിക്കുകയാണ്. വാർഡിലാണുള്ളത്. ഇവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥി N ശിവപ്രസാദാണ്. ഇത് കഴിഞ്ഞിട്ടാണ് എന്റെ ബാക്കി വരുന്നത് ഇവിടെ കാരപ്പറമ്പ് സ്കൂളിലും വിലാത്തിക്കുളം സ്കൂളിലുമാണ് എന്റെ ഡിവിഷനിൽ വരുന്ന വോട്ടുകൾ. എങ്ങനെയാണ് ഇപ്പം നമുക്ക് മുന്നിൽ കണ്ടിരുന്നപ്പോൾ കേന്ദ്ര സംസ്ഥാന ഭരണവിരുദ്ധ വികാരമുള്ളതാണ് UDF പറയുന്നത്. കേന്ദ്രത്തിനെതിരെയുള്ള ഒരു വിധേയത്വം കൂടിയായിരിക്കും എന്ന് പറയുന്നത്. ഒരിക്കലുമില്ല. കേന്ദ്രത്തോടുള്ള അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഈ തവണ പ്രതിഫലിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ കോഴിക്കോട് കോർപ്പറേഷൻ പുറത്തിറക്കിയിട്ടുള്ള വികസന രേഖയിലടക്കം കേന്ദ്ര സർക്കാരിന്റേതായിട്ടുള്ള നടപടികളും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികളും തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ എടുത്തു കാണിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനകത്തും വികസനം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാരിന്റെ കയ്യൊപ്പ് ചാർത്തിയേ തീരൂ എന്നുള്ള തീരുമാനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ വികസനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു മാറ്റം ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏഴ് ജില്ലകളിലും സുഗമമായി തന്നെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 604 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് 1.5 കോടിയിലധികം വോട്ടർമാരാണ് വോട്ട് ചെയ്യുന്നത്. കോഴിക്കോട് നിന്ന് വർഷ ചേരുന്നുണ്ട്. വർഷ, വോട്ടെടുപ്പ് ആരംഭിച്ച് ഏകദേശം 3/4 മണിക്കൂറിലേക്ക് അടുക്കുന്നേ ഉള്ളൂ. എല്ലാ സ്ഥലങ്ങളിലും സമാധാനപരമായിട്ട് തന്നെയല്ലേ കോഴിക്കോട് ജില്ലയിൽ പോളിംഗ് പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ്?
അതേ നിലവിൽ കോഴിക്കോട് എല്ലാ ബൂത്തുകളിലും സമാധാനപരമായി തന്നെയാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ചക്കരോത്തുകുളം വാർഡിലെ സെന്റ് മൈക്കിൾസ് സ്കൂളിലാണ്. ഇവിടെ ബൂത്ത് നമ്പർ 3 ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയും അതേപോലെ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയുമായ നവ്യ ഹരിദാസ് വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിട്ടുണ്ട്. വലിയ പ്രതീക്ഷയാണ് നവ്യ ഹരിദാസ് നമ്മളോട് പങ്കുവച്ചത്. കാരണം തൊട്ടു മുമ്പ് MK മുനീർ പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നത് MK മുനീറും ഇതേ ബൂത്തിൽ തന്നെയാണ്, ഇതേ സ്കൂളിൽ തന്നെയാണ് വോട്ട് ചെയ്യാൻ എത്തിയത്. അപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിരുന്നത് ഇത് UDF ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു വിലയിരുത്തൽ കൂടിയായിരിക്കുമെന്നാണ്. പക്ഷേ നവ്യ ഹരിദാസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വിലയിരുത്തലാണെങ്കിൽ തന്നെ മോദി സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് ഇവിടെ ജനങ്ങൾ സ്വീകരിക്കുക. കാരണം അത്ര വലിയ വികസന പദ്ധതികളാണ് മോദി സർക്കാർ ചെയ്തിട്ടുള്ളത് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നവ്യ ഹരിദാസ് ഉള്ളത്. ആ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രവർത്തിച്ചതെന്നും നവ്യ ഹരിദാസ് പറയുന്നുണ്ട്. എന്തായാലും 3ാം തവണയും അവർ മത്സരിക്കുന്നത് കാരപ്പറമ്പ് വാർഡിൽ നിന്നാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ കാരപ്പറമ്പ് വാർഡിൽ നിന്നാണ് നവ്യ ഹരിദാസ് മത്സരിക്കുന്നത്. 2 തവണ കൌൺസിലറായിരുന്നു. 3ാം തവണയും BJPക്കും സാധ്യതയുണ്ട്. താൻ കൌൺസിലറാകുമെന്ന വിശ്വാസം തന്നെയാണ് നവ്യ ഹരിദാസ് ഉള്ളത്. ആ വിശ്വാസം പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ മടങ്ങിയത്. എന്തായാലും നിലവിൽ ഇപ്പോൾ കോഴിക്കോട് നല്ല രീതിയിൽ തന്നെ പോളിംഗ് പുരോഗമിക്കുകയാണ്. യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ തന്നെ വിവിധ ബൂത്തുകളിൽ ആളുകളെല്ലാം എത്തി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും വലിയൊരു തിരക്ക് എന്ന് പറയാൻ മാത്രം തിരക്കുകൾ ബൂത്തുകളിലൊന്നും ആയിട്ടില്ല. നമുക്കറിയാം സമയം ഇനിയുമുണ്ട്. 6 മണി വരെ വോട്ടെടുപ്പുണ്ട്. കൂടുതൽ ആളുകൾ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളും ഉണ്ടായത്. എന്തായാലും അത്ര വലിയൊരു പ്രചരണം തന്നെയായിരുന്നു ഇവിടെ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ എത്തിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഈ സ്ഥാനാർത്ഥികൾക്കും അതുപോലെ തന്നെ മുന്നണികൾക്കുമുണ്ട്. 26 ലക്ഷത്തിൽ കൂടുതൽ വോട്ടർമാരാണ് ഇവിടെ കോഴിക്കോടുള്ളത്. അവരെല്ലാവരും തന്നെ ബൂത്തിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ഉള്ളത്. എന്തായാലും ഇനി അല്പസമയം കൂടി കഴിയുമ്പോൾ ബൂത്തുകളിൽ തിരക്കേറുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ കഴിയുന്നത്. വടക്കൻ കേരളത്തിലെ 7 ജില്ലകളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, അതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെല്ലാം തന്നെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 1.5 കോടിയിലധികം വോട്ടർമാരാണ് ഈ 7 ജില്ലകളിലായി സമ്മതിദാനാവകാശം നിർവഹിക്കുക. പാലക്കാട് ജില്ലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തുമോ എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും സമാധാനപരമായി തന്നെ 7 ജില്ലകളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നുണ്ട്. വോട്ടെടുപ്പ് ആരംഭിച്ച് 1 മണിക്കൂറിൽ അടുക്കുന്നതേയുള്ളൂ. നഗര കേന്ദ്രീകൃത സ്ഥലങ്ങളിലെല്ലാം തന്നെ രാവിലെ ആയതുകൊണ്ട് വോട്ടർമാരുടെ ഒരു വലിയ നീണ്ട നിരയൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വയനാട് നിന്ന് രതീഷ് കുഞ്ചത്തൂർ ചേരുന്നുണ്ട്. രതീഷ്, വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. എന്താണ് വയനാട്ടിലെ ബൂത്തിൽ നിന്നുള്ളൊക്കെ ഒരു കാഴ്ച? അമ്പിളി, തീർച്ചയായും വോട്ടെടുപ്പിന്റെ ഒരു വലിയ നീണ്ട ക്യൂ തന്നെ മിക്ക ബൂത്തുകളിലും പ്രകടമാണ്. ഗ്രാമീണ നഗര കേന്ദ്രങ്ങളിലെ ബൂത്തുകളിലാണ് ഒരു നിലവിൽ വോട്ടെടുപ്പ് ആരംഭിച്ച് ആദ്യ അരമണിക്കൂർ പിന്നിടുമ്പോൾ മികച്ച രീതിയിലുള്ള പോളിംഗ് രേഖപ്പെടുത്തുന്നത്. ഏതായാലും ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായത് മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടുന്ന മേഖലയിലെ വോട്ടെടുപ്പാണ്. ഇവിടത്തെ വോട്ടർമാർ വിവിധ ഭാഗങ്ങളിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വോട്ടിംഗ് സൗകര്യത്തിനായി പ്രത്യേക സൗകര്യങ്ങൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ മുണ്ടക്കൈ വാർഡ് നിലവിലുള്ള ചൂരൽമല, അട്ടമല ഉൾപ്പെടുന്ന 2 വാർഡുകളാണ് ഇവർക്കുള്ളത്. ഈ മുണ്ടക്കൈ മേഖലയിൽ ഏതായാലും അവർക്ക് ബസ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടർമാരെ ഈ കേന്ദ്രങ്ങളിൽ എത്തിച്ച വാഹനങ്ങളിൽ എത്തിച്ചാണ് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയാണ് അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. മറ്റു മേഖലകളിലെല്ലാം സമാധാനപരമായി തന്നെ വോട്ടിംഗ് പ്രക്രിയ മുന്നോട്ട് പോകുകയാണ്. ശക്തമായ മത്സര പ്രതിനിധിയാണ് വയനാട്ടിൽ ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിലടക്കം മികച്ച പോളിംഗ് തന്നെയാണ് നിലവിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഏതായാലും ഗ്രാമീണ മേഖലയിലടക്കം നഗര കേന്ദ്രങ്ങളിലടക്കം മിക്ക പോളിംഗ് ബൂത്തുകളിലും വലിയ ക്യൂ തന്നെയുണ്ട്. ഏതായാലും വോട്ടർമാർ അവരുടെ സംവിധാനാവകാശം വിനിയോഗിക്കാൻ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലെത്തുന്ന കാഴ്ചയാണ് നമുക്ക് മിക്ക ബൂത്തുകളിൽ നിന്നും കാണാൻ കഴിയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. വടക്കൻ കേരളത്തിലെ 7 ജില്ലകളാണ് വിധിയെഴുതുന്നത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിൽ പോളിംഗ് ഇപ്പോൾ സമാധാനപരമായി തന്നെ പുരോഗമിക്കുകയാണ്. തെക്കൻ ജില്ലകളിൽ കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് കഴിഞ്ഞിരുന്നു. ഇതോടെ സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. 13-നാണ് വോട്ടെണ്ണൽ. എല്ലാ ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്കാണ് അവസാനിക്കുക. 2ാം ഘട്ടത്തിൽ
ജില്ലാ പഞ്ചായത്തുകളിലെ 182 ഡിവിഷനുകളിലേക്കും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ഗ്രാമപഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും ഒപ്പം തന്നെ 3 കോർപ്പറേഷനുകളിലേക്കുമാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നാരായൺ ചേരുന്നുണ്ട്. ഹരീഷ്, വോട്ടെടുപ്പ് ആരംഭിച്ച് 1 മണിക്കൂറിലേക്ക് എത്തുന്നതേയുള്ളൂ. തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ BJPക്ക് ഏറെ നിർണായകമായ ഒരു ജില്ല കൂടിയാണ്. എന്താണ് തൃശ്ശൂരിൽ നിന്നുള്ള ആദ്യ വോട്ടെടുപ്പ് ആരംഭിച്ചതിന് ശേഷമുള്ള ഒരു ബൂത്തുകളിലേക്ക് വോട്ടർമാരുടെ ഒരു നീണ്ട നിര കാണാൻ സാധിക്കുമോ? ഈ ശക്തമായ പ്രചരണവും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ വോട്ട് തേടിയുള്ള പ്രചരണ പരിപാടികളുടെയൊക്കെ ഒരു ആവേശം നമുക്ക് രാവിലെ വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ തൃശ്ശൂരിലെ ബൂത്തുകളിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? അമ്പിളി, ഈ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് നോക്കുകയാണെങ്കിൽ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ തന്നെ ഒരു നീണ്ട നിര അല്പസമയം, അതായത് ഈ വോട്ടിംഗ് തുടങ്ങാറായപ്പോഴേക്കും വലിയൊരു നീണ്ട നിര തന്നെ പല ബൂത്തുകളിലും എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ അനിൽ അക്കരെ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ ആദ്യം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല പ്രധാന ഈ രാഷ്ട്രീയ നേതാക്കൾ സുനിൽകുമാർ അടക്കമുള്ള പ്രധാന നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനിൽ അക്കര വലിയ ആത്മവിശ്വാസമാണ് പങ്കുവച്ചത്. അദ്ദേഹം പറയുകയുണ്ടായി, ആദ്യത്തെ വോട്ട് അദ്ദേഹം രേഖപ്പെടുത്തി. അദ്ദേഹം എന്നൊക്കെ ആദ്യം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ ആ ഒരു തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിച്ചു കയറിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിൽ വലിയ ആത്മവിശ്വാസമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ LDF ആണെങ്കിലും BJP ആണെങ്കിലും ആത്മവിശ്വാസം കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അവരുടെ ആഘോഷങ്ങളും ഈ അവരുടെ ആത്മവിശ്വാസവും ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ തന്നെയാണ് 3 മുന്നണികളും തൃശ്ശൂരിൽ ആത്മവിശ്വാസം പങ്കുവെക്കുന്നത് എന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ പ്രധാന ഈ ബൂത്തുകളിലൊക്കെ തന്നെ തിരക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. കൊരട്ടിയിലും മറ്റത്തൂരും 2 ബൂത്തുകളിൽ ചെറിയ യന്ത്ര തകരാറ് മൂലം വോട്ടിംഗ് അല്പം വൈകിയിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബാക്കി മറ്റ് ബൂത്തുകളെല്ലാം തന്നെ സുഗമമായി തന്നെ വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 3 മുന്നണികളും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പ്രത്യേകിച്ചും BJPക്ക് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ ദിവസം അവരുടെ ആഘോഷപ്രങ്ങളെല്ലാം തന്നെ നേതൃനിര തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഒരു അത്തരത്തിൽ വലിയ പ്രതീക്ഷയുള്ള, അത് പ്രത്യേകിച്ചും BJPക്ക് പ്രതീക്ഷയുള്ള പഞ്ചായത്തുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് BJPയും ഇവിടെ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കൃത്യമായ ത്രികോണ മത്സരം തന്നെ തൃശ്ശൂരിൽ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും. അത്രത്തോളം ആവേശത്തിലാണ് പ്രവർത്തകരും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ ഒരു പ്രധാനമായും തൃശ്ശൂർ പരിശോധിക്കുമ്പോൾ ആകെ 55 ഡിവിഷനിൽ LDF 25ഉം UDF 24ഉം BJP 6ഉമാണ് നിലവിലുള്ള ഈ ഒരു നില. ഇതിലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് BJP കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നത്. ആകെ 7 നഗരസഭകളിൽ LDF 5, UDF 2 എന്നാണ് ആ കണക്ക്. അതുപോലെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ ആകെ 14, അതിൽ LDF 13ഉം UDF 3ഉമാണ്. LDF ചൊവ്വന്നൂർ, ഒല്ലൂക്കര, വടക്കാഞ്ചേരി, മാള, മുല്ലശ്ശേരി, കൊടകര, തളിക്കുളം, അന്തിക്കാട്, ചേർപ്പ്, മതിലകം, ഇരിങ്ങാലക്കുട, വെള്ളാങ്കല്ലൂർ, പഴയന്നൂർ ഇവിടെയെല്ലാം നിലവിൽ LDF ആണ്. UDF 3 ചാലക്കുടി, ചാവക്കാട്, പുഴയ്ക്കൽ എന്നീ സ്ഥലങ്ങളിലും UDF ഉണ്ട്. ഗ്രാമപഞ്ചായത്ത് ആകെ 86ആണ്. LDF അതിൽ 69ഉം UDF 16ഉം NDA 1ഉമാണ് നിലവിലെ ഒരു നില എന്നുള്ളത്. ഇത് ഈ ഏകദേശം 7208 സ്ഥാനാർത്ഥികളാണ് ഇപ്രാവശ്യം തൃശ്ശൂരിൽ മത്സരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഈ സമുദായികരുടെ അല്ലെങ്കിൽ വോട്ടേഴ്സിന്റെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ ആകെ 27,36,817 വോട്ടർമാരാണ് ജില്ലയിൽ ഉള്ളത്. ഇതിൽ 14,59,670 പേർ സ്ത്രീകളും 12,77,120 പേർ പുരുഷന്മാരുമാണ്. 54,204 പേരാണ് കന്നി വോട്ടർമാരായിട്ട് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ കന്നി വോട്ടർമാരെല്ലാം എത്തുമ്പോഴേക്കും ഉച്ചയോടുകൂടി തന്നെ വലിയ തിരക്ക് എല്ലാ ബൂത്തുകളിലും അനുഭവപ്പെടും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 280 പ്രവാസി വോട്ടർമാരുണ്ട്. 3282 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. 27 ഭിന്ന ശേഷി വോട്ടർമാർ കൂടി ഉണ്ട്. ഇത്തരത്തിലാണ് കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ജനത്തിരക്ക്, വോട്ടർമാരുടെയൊക്കെ തിരക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പങ്കുവെക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ് രാവിലെ 6 മണിക്ക് തന്നെ ഈ മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടും അതിനുശേഷം 7 മണിക്ക് കൃത്യം
വോട്ട് രേഖപ്പെടുത്തൽ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുപാട് തൃശൂർ ജില്ലയിൽ വോട്ട് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ സെലിബ്രിറ്റീസ് അടക്കമുള്ള ആളുകൾ വോട്ട് ചെയ്യാനുണ്ട്. കെ രാജൻ അടക്കം 8:30 അന്തിക്കാട് വോട്ട് രേഖപ്പെടുത്തുമെന്നാണ്. വോട്ടെടുപ്പ് വടക്കൻ ജില്ലകളിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഹരീഷ് സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കളടക്കം വോട്ട് ചെയ്യാനെത്തുന്ന ഒരു സമയം കൂടിയാണ്. നേരത്തെ പ്രേക്ഷകർ കണ്ടത് BJP മുതിർന്ന നേതാവ് കെ സുരേന്ദ്രനും അതുപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അനിലക്കരയും ഒക്കെ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. കോഴിക്കോട് ഉള്ളേരിയിലായിരുന്നു കെ സുരേന്ദ്രന് വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വലിയ പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത്. ശുഭപ്രതീക്ഷയാണുള്ളത്. കാരണം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലും പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം NDA വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാർക്കും ജാതി മതശക്തികളുമായി ചേർന്ന് വോട്ട് പിടിക്കുന്ന മുന്നണികൾക്കും എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവിധി ഉണ്ടാവും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷണം പത്മകുമാറിൻ്റെ അറസ്റ്റോടെ അവസാനിപ്പിക്കുന്ന മട്ടിലാണ്. ഉന്നത കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം പോകുന്നില്ല. ഇതെല്ലാം വോട്ടർമാർക്കിടയിൽ വലിയ തോതിൽ അമർഷം ഈ സർക്കാരിനെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. UDF ആവട്ടെ ഇക്കാര്യത്തിൽ അവരും തുല്യമായിട്ടുള്ള കുറ്റക്കാരാണ്. UDFൻ്റെ ഭരണകാലത്തും വലിയ തോതിലുള്ള ദേവസ്വം കൊള്ളയാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത, രണ്ട് മുന്നണികളും ഏറ്റവും നീചമായിട്ടുള്ള വർഗീയ ശക്തികളെ, ജമാഅത്തെ ഇസ്ലാമി, നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട്, ഈ രണ്ട് മുന്നണികളും അവരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കോൺഗ്രസിൻ്റെ മുന്നണി പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയാണ്. LDF മുന്നണി രാജ്യം നിരോധിച്ച മതഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്നാണ് തെരഞ്ഞെടുപ്പിൽ പലയിടത്തും മത്സരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. BJP വലിയ പ്രതീക്ഷയാണ് വടക്കൻ കേരളത്തിലും പങ്കുവെക്കുന്നത്. നമുക്കറിയാം 2020 എറണാകുളത്തും അതുപോലെ തന്നെ ഇടുക്കിയിലും മലപ്പുറവും ഒഴികെയെല്ലാം BJP വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. വടക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ തൃശ്ശൂരും പാലക്കാടുമാണ് BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ജില്ലകളും. BJPയുടെ മുതിർന്ന നേതാവ് കെ സുരേന്ദ്രനാണ് ആ പ്രതീക്ഷകളെല്ലാം പങ്കുവച്ചത്. ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇനി കായിക വാർത്തകൾ നോക്കാം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം T20 മത്സരം ചണ്ഡീഗഡിൽ നടക്കും. ആദ്യ മത്സരത്തിൽ വമ്പൻ ജയം നേടിയ ഇന്ത്യ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ 1-0 മുന്നിലാണ്. ആദ്യ മത്സരത്തിൽ 101 റൺസിന്റെ കൂറ്റൻ ജയം നേടിയെങ്കിലും മുൻനിര ബാറ്റർമാരുടെ പ്രകടനം ഇന്ത്യയെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ആദ്യ മത്സരത്തിൽ മുൻനിര തകർന്നടിഞ്ഞപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിംഗ് മികവാണ് ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത്. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ജയം. 1-2 ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചത്. ഈ വിജയത്തോടെ മാഞ്ചസ്റ്റർ സിറ്റി 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ അടുത്ത മത്സരം ഞായറാഴ്ച ക്രിസ്റ്റൽ പാലസിനെതിരെയാണ്. 1ാം സ്ഥാനത്ത് ആഴ്സണൽ വിജയക്കുതിപ്പ് തുടരുന്നു. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. അമൃത ന്യൂസ് യൂട്യൂബിൽ വാർത്തകൾക്ക് തുടരും.